ഹായ് ഫ്രണ്ട്സ്, വിക്ടറി വൈബ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ പറ്റി ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. പൊതുവെ പറയുന്ന ഒരു ചൊല്ലിതാണ്, ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകത്തെ അതിൻ്റെ പുറംതാള് നോക്കി മാത്രം നമ്മൾ വിലയിരുത്തരുത്. പുറംതാളുകൾ വിവിധ തരത്തിലാണ്. നല്ല കളറുള്ള പുസ്തകങ്ങൾ ഒരുപക്ഷെ അകത്ത് കണ്ടന്റുകൾ മോശമാണെന്ന് വന്നേക്കാം. അഥവാ പുറംതാളൊക്കെ ഇങ്ങനെ കീറിയ ബുക്കുകൾ ഒരുപക്ഷെ അകത്ത് നല്ല വിലയേറിയ അറിവുകൾ നമുക്ക് പകർന്ന് തരുവാനായിട്ട് അതിന് കഴിയും. ഇത് വ്യക്തികളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു പറച്ചിലാണ്. ഒരു വ്യക്തിയുടെ പുറമേ ഉള്ള അദ്ദേഹത്തിൻ്റെ ആകാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷവിധാനമോ ഒക്കെ നോക്കിയിട്ട് ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും വിധിക്കാൻ പാടില്ല. അത് മിക്കപ്പോഴും തെറ്റിപ്പോകാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രമാണമായിട്ട് സ്വീകരിക്കുക. മനുഷ്യ ജീവിതത്തെ ഒരു പുസ്തകമായിട്ട്, ഒരു ബുക്കായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ചിലർ അവരുടെ ജീവിതമാകുന്ന പുസ്തകം മോശം കാര്യങ്ങൾ കൊണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട്, പരാജയങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കാറുണ്ട്. അവസാനമായിട്ട് ആ ബുക്ക് അവർക്കോ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടുന്നതായിട്ട് വരുന്നില്ല. ചിലരുടെ ജീവിതമാകുന്ന പുസ്തകം വെള്ള പേപ്പറുകൾ മാത്രമാണ്. കാര്യമായിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ ജീവിതം ഇങ്ങനെ ജീവിച്ചവർ തീർക്കുന്നു. അവസാനം നമ്മൾ തുറന്നു നോക്കുമ്പോൾ അവർക്കും മറ്റുള്ളവർക്കും വേണ്ടതായ ഒരു കാര്യങ്ങളും നമുക്കതിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയ യുവജനങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വെള്ള ബുക്ക് അഥവാ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു ബുക്കാണ്. നമ്മളാണ് അതിൽ കാര്യങ്ങൾ എഴുതി ചേർക്കേണ്ടത്. എന്താണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്? നല്ല ഓർമ്മകൾ. നാളെ നല്ല ഓർമ്മകൾ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യാവുള്ളൂ എന്ന് തീരുമാനമെടുക്കുക. മറ്റുള്ളവർക്ക് അനുഗ്രഹമായുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ എഴുതാനായിട്ട് തുടങ്ങുക. അങ്ങനെ നമ്മൾ ലീവ് വൺ ഡേ അറ്റ് എ ടൈം, ഓരോ ദിവസവും അതിൻ്റെ രീതിയിൽ നമ്മൾ ജീവിച്ച് ഓരോ താളുകൾ മറിച്ച് എഴുതി 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 ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പുസ്തകം പൂർത്തിയാക്കും. അപ്പോൾ ആ പുസ്തകം വളരെ വിലയേറിയൊരു പുസ്തകമായിട്ട് മാറും. അപ്പോൾ പ്രിയ കൂട്ടുകാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ താളുകൾ വൃത്തികേടായിട്ട് മാറ്റരുത്. നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ താളുകൾ വെറുതെ ഇടരുത്. അതിൽ ഓരോ ദിവസവും എന്തെങ്കിലും എഴുതി ചേർക്കണം. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഇന്ന് എൻ്റെ പുസ്തകത്തിൻ്റെ താളിൽ ഞാൻ എന്താണ് എഴുതിയത്? എന്താണ് ഇന്ന് ഞാൻ ശേഷിപ്പിച്ചത്? എന്താണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇന്ന് അവശേഷിപ്പിച്ചത്? അതിന് യെസ് എന്ന് ഉത്തരമാണെങ്കിൽ നിങ്ങൾ ആ ജീവിതം നന്നായി ജീവിച്ചു. അങ്ങനെ ഓരോ ദിവസവും നന്നായി ജീവിച്ചു കഴിയുമ്പോൾ മനോഹരമായൊരു പുസ്തകം പൂർത്തിയാകും. ഇന്ന് ലോക പ്രശസ്തമായിട്ടുള്ള വിവിധമായ കൃതികൾ, ടോൾസ്റ്റോയിയെ പോലെയുള്ള, ഷേക്സ്പിയറിനെ പോലുള്ള വലിയ എഴുത്തുകാരുടെ, ദസ്തവ്സ്കിയെ പോലുള്ള എഴുത്തുകാരുടെ എഴുത്തുകൾ അങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയാണ് ക്ലാസിക്കുകൾ രൂപാന്തരപ്പെടുന്നത്. ഒരു ദിവസം കൊണ്ടല്ല അവർ എഴുതുന്നത്, വർഷങ്ങൾ എടുത്തിട്ടാണ് അവർ പുസ്തകം എഴുതുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകത്തിനെ ഏറ്റവും മനോഹരമായിട്ട് മാറ്റുവാൻ ഇന്ന് തൊട്ട് നമുക്ക് അധ്വാനിക്കാം. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.